ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു ശാരീരികമായി വേദന അനുഭവിക്കുകയും മനുഷ്യരാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിനു മുമ്പും മനുഷ്യർ അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. യഹൂദന്മാർ അവരുടെ സ്വാർത്ഥത നിമിത്തം കർത്താവിനെ ആക്രമിക്കാൻ അവനെ കുറ്റപ്പെടുത്തുന്നത് തുടർന്നു. അവനെ ചൂഷണം ചെയ്യാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം കളങ്കരഹിതമായിരുന്നു. അവൻ യാതൊരു പാപവും ചെയ്തിട്ടില്ല. എന്നാൽ യേശുവിനെപ്പറ്റി അവർ പല കള്ള സാക്ഷ്യങ്ങളും അവതരിപ്പിക്കാൻ തുടങ്ങി. യേശു ദുരാത്മാക്കളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. മതപരമായും രാഷ്ട്രീയപരമായും അനേക കുറ്റങ്ങൾ യേശുവിൽ ആരോപിക്കാൻ തുടങ്ങി. യേശുവിനെ ക്രൂശിക്കണം എന്ന് അവർ ആർത്തു പറഞ്ഞു. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ശ്രോതാക്കൾ സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിൽ നമുക്ക് വേണ്ടി സമ്പൂർണ്ണ രക്തം ചിന്തി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിനുള്ള വിശ്വാസം അർപ്പിച്ച് രക്ഷിക്കപ്പെടാൻ ദൈവം താങ്കളെയും സഹായിക്കട്ടെ.